അടുത്ത പരാതി കോഴിക്കോട് കുന്നമംഗലത്താണ്. കുന്നമംഗലം പഞ്ചായത്തിലെ പതിമംഗലം പണ്ടാരപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 300ഓളം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് നാട്ടുകാർ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. പരാതി പലർക്കും കൈമാറിയതായും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഒടുവിൽ പരാതി തീർപ്പാക്കിയതായും മെസ്സേജ് വന്നു. എന്നാൽ റോഡിന്റെ അവസ്ഥയ്ക്ക് മാത്രം ഒരു മാറ്റവുമില്ല. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ 300 കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ പരാതിയിൽ പരിഹാരമായി എന്നുള്ള മറുപടിയും വരുന്നു. കൃത്യമായി വിവരങ്ങൾ നൽകുന്നതിൽ, മെസ്സേജുകൾ നൽകുന്നതിലൊന്നും താമസമുണ്ടായിട്ടില്ല. പക്ഷേ ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? അങ്ങനെ പരിഹരിക്കപ്പെടാത്തൊരു കാര്യം പരിഹരിച്ചു എന്നെങ്ങനെയാണ് മറുപടി ലഭിക്കുക, സാനിയോ? ആ വിചിത്രമായ ചോദ്യം തന്നെയാണ് സ്മൃതി നമുക്കും ചോദിക്കാനുള്ളത്. ഏതായാലും കുന്നമംഗലം പഞ്ചായത്തിലെ പതിമംഗലം പണ്ടാരപ്പറമ്പ് റോഡിലാണ് നമ്മളുള്ളത്. ആ റോഡിൻ്റെ അവസ്ഥയാണിത്. അതായത് 27 കൊല്ലം മുൻപ് നിർമ്മിച്ച ഒരു റോഡാണിത്. ഇതുവരെയായിട്ടും ടാറിൻ്റെ ഒരു അംശം പോലും കണ്ടിട്ടില്ല ഈ റോഡ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടുകാർ ഏതായാലും പലതവണയായി പരാതി കൊടുത്തതാണ്. അവസാനം യാതൊരു രക്ഷയുമില്ലാതായതോടുകൂടിയാണ് വളരെ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത്. പരാതി കൊടുത്ത ഉടൻ തന്നെ ഒരു മെസ്സേജ് കിട്ടുകയുണ്ടായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, കോഴിക്കോട്, അവിടേക്ക് ഈ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിയുടെ നമ്പർ അടക്കം കൃത്യമായി ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഇവർക്ക് കിട്ടുന്നത്. അത് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കുക. കാരണം തങ്ങൾ കൊടുത്തൊരു പരാതിക്ക് മറുപടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ടാകും. അതിനുശേഷം ഡിസ്ട്രിക്ട് ജോയിന്റ് ഡയറക്ടർ LSGD, അതായത് തദ്ദേശ വകുപ്പിലെ ഡിസ്ട്രിക്ട് ജോയിന്റ് ഡയറക്ടർക്ക് ഈ പരാതി കൊടുത്തതായി വീണ്ടും ഒരു മെസ്സേജ് വരുന്നു. ശേഷം കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസറുടെ ഓഫീസിലേക്ക് ഈ പരാതി കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മെസ്സേജ്. ഏറ്റവും അവസാനം താങ്കളുടെ പരാതി പരിശോധിച്ച് താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4ാമതൊരു മെസ്സേജ് കൂടി വരുന്നു. ഏതായാലും മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഈ റോഡിന് തൊട്ടപ്പുറത്തൊരു പുഴയാണ്. മഴക്കാലമായാൽ പുഴ നിറഞ്ഞ് ഈ റോഡിലേക്ക് കവിഞ്ഞൊഴുകും. അങ്ങനെ 300ഓളം കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിൽ ഇങ്ങനെ കഴിയുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ നാട്ടുകാരുണ്ട്. അതായത് നിങ്ങളിതൊരു 27 കൊല്ലത്തിലധികമായി എന്ന് പറയുന്നു. അന്ന് മുതൽ അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. അന്ന് മുതൽ അനുഭവിക്കുന്ന ദുരിതമാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഒരു വഴി ഉണ്ടാവില്ല മഴ പെയ്ത് കണക്കിൽ. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അത്രയും ബുദ്ധിമുട്ട് നമുക്കാണെങ്കിൽ ഞങ്ങൾ ആർക്കൊക്കെ പരാതി കൊടുത്ത്, MLA പരാതി കൊടുത്ത്, MP പരാതി കൊടുത്ത്, ജില്ലാ പഞ്ചായത്തിന് കൊടുക്കും, അങ്ങനെ കൊടുക്കും. എന്നിട്ടും ഒരു പരിഹാരമാകാതായതോടെയാണ് നവകേരള സദസ്സ് കൊടുത്തത്. അത് എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു ഇത് ചെയ്ത് കിട്ടും, ഉറപ്പ് കിട്ടും, നമുക്ക് മറുപടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നവകേരള സദസ്സ് കൊടുത്തത്. പക്ഷേ മറുപടി കൃത്യം കിട്ടിയല്ലേ? മറുപടി കൃത്യം കിട്ടിക്കുന്നത് എനിക്ക് മെസ്സേജാണ് വന്നത്. 4 മെസ്സേജ് വന്നത്. ലാസ്റ്റ് വന്നത് നിങ്ങളെ പരാതി പരിഹരിച്ച് നിങ്ങൾ തീർപ്പാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു പരാതി എനിക്കിതുവരെ പരാതി പരിഹരിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെയാണ്. MLA ഫസ്റ്റ് തന്നെ MLA പിടിയറയും സാറ് ഇവിടെ നിന്നപ്പം ഞങ്ങളടുത്ത് വന്നിട്ട് മൂപ്പര് ഉറപ്പ് പറഞ്ഞത് ഈ റോഡിന് എന്നാൽ കഴിയുന്നത് പറഞ്ഞത്, എന്നാൽ കഴിയുന്ന പൈസ തരാമെന്ന് പറഞ്ഞത്, ഫണ്ട് തരാമെന്ന് പറഞ്ഞത്. ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ 3ാമത്തെ വാർഷികത്തിൽ അവരെ അടിച്ചിറക്കിയ ഒരു നോട്ടീസുണ്ട്. ആ നോട്ടീസിൽ 10 കോടി ഉറുപ്പ്യ റോഡിന് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. 10 കോടി പോയിട്ട് ഒരു ഉറുപ്പ്യ തന്നിട്ട് നമ്മൾക്ക് 10 കോടി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. അത്രയും വിഷമത്തിലാണ് ഞങ്ങളുടെ കാര്യം. കാരണം ഇത്തിരി 300ഓളം കുടുംബങ്ങൾ മഴക്കാലമായ വലിയ ബുദ്ധിമുട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. അത് തന്നെ, രോഗികളാണ്, സുഖമില്ലാത്തവർ. ഞാനൊരു ഭിന്നശേഷിയുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് ആർക്കും ഒന്ന് പുറത്തിറങ്ങാൻ കൂടി കഴിയില്ല. ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യേണ്ടത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ പുറത്തിറങ്ങണ്ടേ മഴക്കാലമായാൽ. 15 ദിവസം ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് ഇരുന്ന് നിൽക്കുന്നത്. കൂടുതൽ ആളുകളുണ്ട്. അതായത് ഈ പുഴയാണ്, മഴ പെയ്താൽ ഇങ്ങോട്ടേക്ക് കയറും. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറമ്പ് കൂടി കയറി പോകുന്നതാണ്. പക്ഷേ പറമ്പ് കൂടിയും ചില വീടിൻ്റെ മുറ്റത്തൂടി ഒന്നും പോകാൻ കഴിയില്ല. മതിൽ കെട്ടിയിട്ട് വീണ്ടും പുഴയിലിറങ്ങുകയാണ്. അത് വെള്ളത്തിൽ കൂടി നീന്തിയിട്ടാണ് ഈ ഇവിടെ അരിച്ചോല എന്ന് പറഞ്ഞൊരു പള്ളി വരെയുണ്ട് റോഡ് സൈഡിലുള്ള. ആ പള്ളി വരെ ഞങ്ങൾ പോകുന്നത് ഒരു കഷ്ടപ്പെട്ടാണ്. പിന്നെ നവകേരള സദസ്സിൽ അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. ഈ കഷ്ടപ്പാടൊന്നും മാറുമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ അതിനൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ. എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഈ ഭാഗത്തുനിന്നൊന്ന് രക്ഷപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപേക്ഷ പറയുകയാണ്. എത്ര കാലം ഇവിടെ താമസിക്കാൻ? ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 കൊല്ലത്തോളം. ഇതുവരെയും ഒരു നല്ല റോഡിലൂടെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പോഴും പോകണത് അങ്ങനെ തന്നെയാണ്. വാഹനങ്ങളൊക്കെ ഉണ്ടോ? എൻ്റെ വീട്ടിൽ വാഹനമില്ല, ബൈക്കുള്ളൂ, വേറൊന്നുമില്ല. വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിലല്ലേ, ഓട്ടോറിക്ഷക്കാരിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മേലോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. പോലെ താഴെ ഇറക്കിയിട്ട് നമ്മൾ പിന്നെ മേലോട്ട് നടന്നു വരണം. ഒന്നാമൽസെന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാർ പറയാം ഈ റോഡിന് ഇങ്ങോട്ട് പോരാൻ കഴിയില്ല, ഞങ്ങൾക്ക് വർഷാപ്പ് പോകേണ്ടി വരും, നിങ്ങൾ റോഡിന് വന്നാൽ എന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ദുരിതമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
പ്രായമായ ആളുകൾക്കൊക്കെ ഇങ്ങനെ നടന്നു വരണം, ഓട്ടോയൊന്നും വരില്ല എന്നാണ് പറയുന്നത്, വണ്ടി പോലും വരാൻ പറ്റില്ല, നടന്നു വരേണ്ട ദുരവസ്ഥയാണ്. അതന്നെ എന്താ ചെയ്യപ്പോൾ നമ്മൾ വരുന്നത് യാതൊരു ആരും ഒരു പേപ്പർ എടുത്ത് നോക്കിയാലും ടി വിയിൽ അവിടെ ഉള്ളിടത്ത് പോയി കണ്ടു നോക്കുകയാണെങ്കിലും അറിയാം MLA പിന്നെ അവിടെ ഉദ്ഘാടനം ചെയ്തു, ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഒരു 2-3 ഉദ്ഘാടനം ഇല്ലാത്ത ഒരു ദിവസം ഒരു ടി വിയിലോ പേപ്പറിലോ നമ്മൾ കാണില്ല. ഇവിടേക്ക് അങ്ങനത്തെ ഒരു പരിപാടിയും ഇവിടെ വന്നിട്ടില്ല ഇന്ന് വരെ. ഒരുപാട് പരാതി കൊടുത്തതിന് ശേഷം നവകേരള ഞാനിപ്പോൾ ആർക്കും പരാതി കൊടുക്കാനും വെക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ എങ്കിൽ എനിക്ക് 68 വയസ്സായി. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഇതുപോലത്തെ പരാതികൾ ഓരോരുത്തർ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, നമ്മളതിൽ പങ്കെടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൊടുക്കാൻ പോയിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് അതിൻ്റെ കഴിവില്ല. ഇവരൊക്കെ കൊടുക്കുന്നതിന് സപ്പോർട്ട് എല്ലാ സപ്പോർട്ടുണ്ട്. അല്ല, ഈ 300 കുടുംബങ്ങൾക്ക് വേണ്ടിയാണല്ലോ സാനിയോ ഒരാൾ പരാതി നൽകിയത്. സാനിയോ, സ്ഥലം MLA ആരാണ്? ഈ ശരിയാക്കി എന്ന മറുപടി ലഭിച്ച ശേഷം ഈ സ്ഥലം MLA ഇതിൽ എന്ത് പ്രതികരിക്കുന്നു എന്ന് കൂടി നാട്ടുകാർക്ക് അറിയാനായിട്ടുണ്ടോ? ആരാണ് ഇവിടുത്തെ MLA? അതായത് ശരിയാക്കി എന്ന മറുപടി കിട്ടിയല്ലോ, അതിനുശേഷം നിങ്ങൾ MLA ആയിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ MLA നിങ്ങളോട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? ആരും സംസാരിച്ചില്ല. അതെ, PT റഹീം സാറാണ് MLA. ആരും സംസാരിച്ചില്ല ശരിയാക്കി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ ശരിയാക്കി എന്നുള്ള മെസ്സേജ് വന്നപ്പോൾ നിങ്ങളാണല്ലോ പരാതിക്കാരൻ, അപ്പം ആരോടെങ്കിലും പഞ്ചായത്തിലോ ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ റോഡ് ഇങ്ങനെ തന്നെയാണല്ലോ? എത്ര ആൾക്കാരോട് ചോദിച്ചു, അതിനൊന്നും അവർക്ക് എല്ലാവരും ചിരിച്ചു കഴിഞ്ഞങ്ങ് പോകാന്നല്ലാതെ മറുപടി ഇല്ല. ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചോ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇല്ല, പ്രസിഡന്റിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടാണെങ്കിൽ അതായത് ഞാനിത് ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ട് ഇമെയിൽ ID വെക്കണം, അഡ്രസ്സ് വെക്കണം, ഫോൺ നമ്പർ വെക്കണം. ഇതിലേക്ക് കാണും മറുപടി വരാന്നുണ്ട്. ഈ മറുപടി ഫോണിലേക്ക് മെസ്സേജ് മാത്രമാണ് വന്നത്. എല്ലാം കറക്റ്റായി വെച്ചു, പക്ഷേ മെസ്സേജ് വന്നു. മെസ്സേജ് മാത്രമാണ് വന്നത്. മെസ്സേജ് മാത്രം വന്നത് നിങ്ങൾ പരാതി പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകി. MLAയോട് ഈ കാര്യം പറഞ്ഞോ, ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും MLAയോട് പറഞ്ഞില്ല. MLAയോട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ MLA ഇത്രയും കാലം ഭരിച്ചിട്ട് ഞങ്ങൾക്കൊരു ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ നൗഷാദ് തെക്കയിൽ ഞങ്ങളെല്ലാം കൂടി MLAക്ക് ഒരു അപേക്ഷ കൊടുത്തു. അപ്പോൾ അവരെ മുന്നിൽ തന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് MLA ഒഴിവാക്കിയത്. എന്താണെന്നറിയില്ല. ഈ റോഡിന് ഈ ചാലിയിൽ തൊട്ട് പണ്ടാരപ്പറമ്പ് വരെ ഈ റോഡ് വെട്ടാൻ മുൻകൈ എടുത്ത് നൗഷാദ് തെക്കയിലാണ്. അവനാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു സഹായം ഉള്ളത്. എന്ത് കാര്യം പോയി പറയാൻ. ഇത് ആരും ഇടപെടുന്നില്ല, ഇത്രയായിട്ടും ആരും ഇടപെടുന്നില്ല. ഈ മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾ ആരോടെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയോ? മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനൊന്നും എനിക്കൊരു മറുപടി ഇല്ല. ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടും ഒരു മറുപടിയായിട്ട് ആരും പറയുന്നില്ല. അതൊക്കെ ചിരിച്ചങ്ങ് പോകാന്നല്ലാതെ ഇത്രയും പൈസ ചിലവാക്കി നവകേരള സദസ്സ് നടത്തിയിട്ട് എന്ത് കാര്യം കിട്ടിയവരുണ്ടാവില്ല എന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതാണ് സ്മൃതി, സാധാരണക്കാരായ മനുഷ്യരുടെ ചോദ്യമാണ്. അത് ഇത്രയും വലിയ പണം മുടക്കി ഇത് ചെയ്തിട്ടും ഒരു നടപടി പോലും ഉണ്ടായില്ല. മാത്രമല്ല 4 മെസ്സേജൊക്കെ വളരെ കൃത്യമായി വന്നു. ഇവരുടെ മെസ്സേജ് മൊബൈൽ നമ്പർ വാങ്ങിച്ചു, ഈ ഇമെയിൽ ID വാങ്ങിച്ചു, അതിലൊക്കെ കൃത്യമായി അപ്ഡേഷൻസ് വന്നു. പക്ഷേ റോഡ് മാത്രം ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നു. സാനിയോ, സ്ഥലം MLA ആരാണ്? ഞാൻ പറഞ്ഞത് ശരിക്കും കേട്ടില്ല. സ്ഥലം MLA ആരാണ്? അപ്പോൾ ഇതുവരെ 10-30 വർഷം പോലായി. ഇതുവരെ ഒരു മാറ്റം. PT റഹീം MLA അല്ലേ? കുന്നമംഗലം ഇതല്ലേ? MLA 3 പ്രാവശ്യം ഇവിടെ ജയിച്ചു പോയി. PT റഹീമാണ്. ഇതുവരെ ഒരു ഫണ്ട് ഇതുവരെ തന്നില്ല. ഈ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കലേ ഇല്ല. കാരണം ഒരു MLA ഉണ്ട് എന്നുള്ളൊരു ഇത് ഈ ഭാഗത്തേക്കില്ല. കുന്നമംഗലം മണ്ഡലമാണിത്. കുന്നമംഗലം മണ്ഡലം. വീട്ടിലൊക്കെ വണ്ടി ഉണ്ടാവും, വണ്ടിയൊക്കെ ഇങ്ങനെ കേടാവുന്നു, ഇങ്ങനെയൊക്കെ. വണ്ടി കേടാണ് മാത്രമല്ല, ഞങ്ങൾ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ വേറെ പോകാൻ വഴിയില്ല. ഞങ്ങളിപ്പം പിന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കലാണ്, വേറെ വഴികളൊന്നുമില്ല. സ്മൃതി, ഇത് കുന്നമംഗലം മണ്ഡലത്തിലാണ് വരിക. PT റഹീം ആണ്, നമുക്കറിയുന്നത് പോലെ MLA PT റഹീമാണ്. അദ്ദേഹത്തോട് നിരവധി തവണ പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് നേരത്തെ പരാതിക്കാരൻ സലീം തന്നെ നമ്മളോട് പറഞ്ഞത്. കൂടുതൽ ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. ഇങ്ങനെ പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും കിട്ടുന്നില്ല. കേരള സദസ്സിൽ പരാതി കൊടുത്തതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയായി. എന്താ ചെയ്യാ? എനിക്കെന്താ ചെയ്യാ, എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുക തന്നെ. ശരി സാനിയോ, ഏതായാലും PT റഹീം MLAയുടെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ കിട്ടേണ്ടതുണ്ട് സാനിയോ. കാരണം 300 കുടുംബങ്ങൾക്ക് പ്രതിനിധീകരിച്ചിട്ടാണ് ഒരാൾ അവിടെ ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ പരാതി നൽകിയത്. ആ പരാതിയിന്മേൽ വളരെ വേഗത്തിൽ മറുപടിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ റോഡ് ശരിയാക്കി എന്ന തെറ്റായ മെസ്സേജ് വരികയും ചെയ്തിരിക്കുന്നു. സ്ഥലം MLA വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പഞ്ചായത്ത് അധികൃതർ ഈ ശരിയാക്കിയില്ലല്ലോ എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ചിരിയാണ് മറുപടിയായി നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത്.